പാലക്കാട് തൃത്താലയിൽ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണ് തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ദ്രവിച്ച കഴുക്കോൽ മാറ്റാനുള്ള ശ്രമത്തിനിടെയായിരുന്നു അപകടം. ആലൂർ സ്വദേശിയായ തൊഴിലാളിക്ക് താഴെ വീണ പരിക്കേറ്റു. മറ്റൊരു തൊഴിലാളിക്ക് ഓട് വീണ് നിസ്സാരമായ പരിക്കുമുണ്ട്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പമുണ്ട്. ആ സ്കൂളിലെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. ഇക്ബാൽ അറക്കൽ, ഗുഡ് ഈവനിംഗ്. പാലക്കാട് തൃത്താലയിൽ ഈ സ്കൂൾ കെട്ടിടത്തിൽ ഈ മുറിയിൽ അടക്കമിരുന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. സുജി, അതായത് സ്കൂൾ തുറന്നത് മുതൽ തന്നെ ആലൂർ AMUP സ്കൂളിൻ്റെ ഈ കെട്ടിടത്തിന് ചോർച്ച ഉണ്ടായിരുന്നു. ഈ ചോർച്ച പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നത്. അറ്റകുറ്റപ്പണിക്ക് ഇടയിൽ വെച്ച ഈ ആലൂർ സ്വദേശി ഈ കഴുക്കോടിൽ കയറി നിന്ന് ഓട് താഴേക്ക് ഇറക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ മേൽക്കൂര തകർന്ന് താഴേക്ക് വീഴുന്നത്. എങ്ങനെ താഴേക്ക് വീണാണ് ആലൂർ സ്വദേശിയായ തൊഴിലാളിക്ക് പരിക്കേറ്റിരുന്നത്. താഴെ നിന്ന് ഓട് വാങ്ങിയിരുന്ന മറ്റൊരു തൊഴിലാളിക്കും പരിക്കേറ്റിട്ടുണ്ട്. രണ്ടുപേരെയും ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ കെട്ടിടത്തിന് കാലപ്പഴക്കമുണ്ടായിരുന്നു. അങ്ങനെയാണ് ചോർച്ച സംഭവിക്കുന്നത്. ദ്രവിച്ച കഴുക്കോലുകളെല്ലാം മാറ്റിക്കൊണ്ട് ഈ കെട്ടിടത്തിലെ ഓട് മാറ്റി പണിയാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ഏതായാലും ഈ രണ്ടുപേർക്കും പരിക്കേറ്റു. ഇവരുടെ അപകടം അല്ലെങ്കിൽ പരിക്കിൻ്റെ നില ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. ഓക്കെ, സ്കൂൾ മേൽക്കൂരയാണ് തകർന്നു വീണത്. കഴുക്കോൽ മാറ്റുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. ഇതിപ്പോൾ ഒരു ക്ലാസ് മുറിയിലേതല്ലേ? AMUP സ്കൂളിൽ മറ്റ് ക്ലാസ് മുറികളിലും ഇതുപോലെ മേൽക്കൂരയ്ക്ക് ചോർച്ചയൊക്കെ ഉണ്ടോ? ഒന്ന് മൊത്തത്തിൽ ആ കെട്ടിടം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ടോ ഇക്ബാൽ? തീർച്ചയായും, അതായത് സ്കൂൾ തുറന്നത് മുതൽ ഇപ്പോൾ അപകടം സംഭവിച്ചിട്ടുള്ള ക്ലാസ് മുറിക്കും തൊട്ടടുത്ത ക്ലാസ് മുറിയും നിലനിൽക്കുന്ന ആ മേൽക്കൂരയ്ക്കാണ് വലിയ രീതിയിൽ ചോർച്ചയും അതുപോലെ തന്നെ ബലക്ഷയമെല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഇടപെട്ടുകൊണ്ട് ഈ കഴുക്കോലുകൾ മാറ്റി പുതിയ കഴുക്കോലുകളും ഓടുകളും സ്ഥാപിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ ഇതിനിടയിലാണ് പെട്ടെന്ന് ഇതിന് മുകളിൽ കയറുന്ന ജോലി ചെയ്തതിനിടയിൽ ഈ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും സ്കൂളിലെ മറ്റു ഭാഗങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ളതും നാട്ടുകാരിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം അങ്ങനെയാണ്. ഏതായാലും ആ മേൽക്കൂര തകർന്നു വീഴുന്നു. ആ മേൽക്കൂരയിൽ മുകളിൽ നിന്ന് ജോലി ചെയ്യുന്ന ആലൂർ സ്വദേശിക്ക് പരിക്കേൽക്കുന്നു. താഴെ നിന്ന് ഈ ഓടുകൾ വാങ്ങിയിരുന്ന മറ്റൊരു പണികൾ ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ടോ എന്ന് നമുക്ക് സ്കൂളിലെ അധ്യാപകരുടേത് അതുപോലെ തന്നെ പ്രധാന അധ്യാപകന്റെ ഒക്കെ പ്രതികരണങ്ങൾ കൂടി എടുക്കാം. നന്നാക്കേണ്ടതുണ്ടെങ്കിൽ അത് നന്നാക്കി ആ സ്കൂൾ പ്രവർത്തിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ തൊഴിലാളികൾക്കുണ്ടായ അപകടം അത് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാതെ ഇരിക്കേണ്ടതായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ഉറപ്പാക്കേണ്ടതുണ്ട്. താങ്ക് യു ഇക്ബാൽ അറക്കൽ.